വിശ്വാസികൾക്ക് വെള്ളിയാഴ്ച ആഘോഷ ദിവസമാണ്. വിശ്വാസികളുടെ പെരുന്നാളാണ് വെള്ളിയാഴ്ച. ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതും സുഹൃതങ്ങൾ പെയ്തിറങ്ങുന്നതുമായ അനുഗ്രഹീത ദിനം. വെള്ളിപ്രഭാതവും രാവും മദീന രാജകുമാരനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്വലാത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള സുന്ദര സമയം. മഹാനായ സയ്യിദ് ബിൻ വഹബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ലാ തദഇ ഇദാ കാന യൗമുൽ ജുമുഅത്തി ലാ തദഇ ഇദാ കാന യൗമുൽ ജുമുഅത്തി അൻ തുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഫ മറ. വെള്ളിയാഴ്ച ദിവസമായാൽ 1000 സ്വലാത്ത് ചെല്ലാൻ മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ 1000 സ്വലാത്ത് ചെല്ലാൻ നീ മറക്കാൻ പാടില്ല എന്ന് അദ്ദുറുൽ മൻലൂദിൽ എന്ന ഇമാം സയ്യിദ് ബിൻ വഹബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം. വെള്ളിയാഴ്ച നമുക്ക് സ്വലാത്ത് ചെല്ലാൻ 1000 കഴിയില്ലെങ്കിലും കഴിയുന്നത് ചെല്ലാം. ഒരു 100, 200 നമുക്കെല്ലാവർക്കും ചെല്ലാൻ കഴിയുന്നതാണല്ലോ. കഴിയാവുന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെല്ലേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നത് വലിയ പുണ്യമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി എന്ന സ്വലാത്ത് ചെല്ലാണ് മഹാനായ സയ്യിദ് ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വലാത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിൽ ഒന്നാണ് വെള്ളിയാഴ്ച. മറ്റു ദിവസങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ സ്വലാത്ത് വെള്ളിയാഴ്ച ചൊല്ലണം. വെള്ളിയാഴ്ച എന്നതുള്ളത് സ്വലാത്ത് കൂടുതൽ ചൊല്ലാനുള്ള ദിവസമാണ്. നമ്മളൊരു ചുരുങ്ങിയത് 200, 300 നമുക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ ചൊല്ലാം. യാത്രയിൽ അതുപോലെ തന്നെ മറ്റു വർക്കുകൾക്കിടയിലും ചുണ്ടുകൾ ചലിക്കട്ടെ മദീനയിലെ രാജകുമാരിലേക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ്. കഴിയാവുന്ന രൂപത്തിൽ നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നതും അനുസരിച്ച് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുകയും നന്മകൾ ധാരാളമായി നമുക്ക് അല്ലാഹു നൽകുകയും ചെയ്യും. സ്വലാത്ത് രക്ഷാകവചമാണ്. സ്വലാത്ത് വിശ്വാസികൾക്ക് ആനന്ദം നിറഞ്ഞ ഒന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് സ്വലാത്തുകൾ സമർപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് ലഭിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന നാം പാലിക്കുന്നവരാകുന്നു. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. ഓ വിശ്വാസികളെ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അതുകൊണ്ട് നിങ്ങളും സ്വലാത്തും സലാമും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലൂടെ, അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരു കർമ്മമാണ്, നിങ്ങൾ ചെയ്യണം. നോമ്പ് നോൽക്കാൻ പറഞ്ഞെടുത്ത് ഇത് അള്ളാഹു ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതായി കാണുന്നില്ല. നിസ്കരിക്കാൻ പറഞ്ഞെടുത്ത് ഇത് അള്ളാഹും മലക്കുകളും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതായി കാണുന്നില്ല. മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു താല മുസ്ലിമീങ്ങളോട് മുഅ്മിനീങ്ങളോട് നിർദ്ദേശിച്ചിട്ടെടുത്ത് അവിടെ ഒന്നും ഇത് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന സൽക്കർമ്മമാണെന്ന് പറഞ്ഞിട്ടില്ല. സ്വലാത്തിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ ഒരു പരാമർശം അള്ളാഹു താല തന്നെ സൂറത്തുൽ അഹ്സാബിലൂടെ നടത്തിയത്. എങ്കിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലൽ വളരെ നിർബന്ധ ബാധ്യതയാണ്. സ്വലാത്ത് നിർബന്ധമായി നാം ചൊല്ലാറുണ്ട്. അത് നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് അത് നിർബന്ധമാണ്. ഇനി മറ്റു സ്വലാത്തുകളും വളരെ അനിവാര്യമായി നാം ചൊല്ലണം. സ്വലാത്തുകൾ ചൊല്ലുന്നതിനനുസരിച്ച് ഹൃദയം ലംഘുകയും ഈമാൻ വർദ്ധിക്കുകയും കടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം രക്ഷപ്പെടുകയും ചെയ്യും.